ഈ മാസം 20 മുതൽ 22 വരെ ഇരിട്ടിയിൽ നടക്കുന്ന സാർവജനിക ഗണേശോത്സവത്തിൻ്റെ സംഘാടക സമിതി രൂപീകരണ യോഗം കൈരാതി കിരാത ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. ക്ഷേത്രം രക്ഷാധികാരി വത്സൻ തില്ലങ്കേരി യോഗം ഉദ്ഘാടനം ചെയ്തു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്കെല്ലാവർക്കും വളരെ പ്രേരണയും പ്രചോദനവും ആയി മാറിയ ഗണേശോത്സവത്തിൻ്റെ രണ്ടാമത്തെ വർഷത്തെക്കുറിച്ച് പരിപാടിയെക്കുറിച്ച് ആലോചിക്കാനാണ് നമ്മളിവിടെ ഇപ്പോൾ കൂടിയിരിക്കുന്നത്. ഈ വർഷമാദ്യം വർഷത്തെ ഈ കാര്യങ്ങളെക്കുറിച്ച് പ്രാഥമിക ആലോചന നടത്തുന്ന സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിൽ സംഭവിച്ച വയനാട്ടിൽ സംഭവിച്ച ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രാവശ്യം എന്ത് ചെയ്യണം എന്ന ഒരു വലിയ ആദ്യം അതിൻ്റെതായ മാനസിക സംഘർഷവും എല്ലാവർക്കും ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ മുടങ്ങാതെ നടത്തണം എന്നുള്ള ഒരു കീഴ്വഴക്കമുണ്ട്. ചുരുങ്ങിയത് 3 വർഷമെങ്കിലും നടത്തണം എന്നുള്ള ഒരു കീഴ്വഴക്കുണ്ട്. അപ്പൊ അത് മുടക്കാനും പറ്റില്ല എന്ന ഒരു സ്ഥിതി അന്നേരം ചർച്ചയിൽ വരികയില്ല. പക്ഷെ പൊതുവെ ഇത്തരം വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പണ്ടുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഇത്തരം ആഘോഷങ്ങളും ഉത്സവങ്ങളും എല്ലാം വന്നതിന്റെ പശ്ചാത്തലം കൂടി പഴയകാലത്ത് ഇതുപോലെ പ്രളയവും മറ്റു ദുരിതങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ വലിയ നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ ആൾനാശവും എല്ലാം ഉണ്ടാകുമ്പോൾ തകർന്നു പോകുന്ന മനുഷ്യന് എല്ലാം നശിച്ചു പോയിട്ടില്ല എന്ന പ്രതീക്ഷയുടെ നമുക്കിനിയും പിടിച്ചു നിൽക്കേണ്ടതുണ്ട്, മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന പ്രതീക്ഷയുടെ തിരുനാളം നൽകിയത് നിശ്ചയമായും നമ്മുടെ ആചാരങ്ങളും ഉത്സവങ്ങളും ആഘോഷങ്ങളും തന്നെയാണ്. അല്ലെങ്കിൽ എല്ലാവരും നിരാശയുടെ തമോഗർത്തത്തിൽപ്പെട്ട് മനുഷ്യരാശിയാകെ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. അപ്പോ ശ്മശാന ഭൂമികളിൽ നിന്ന് തളിർത്തു വരുന്നത് പോലെ നമ്മുടെ നൈരാശ്യത്തിന്റെ കയത്തിൽ നിന്ന് പ്രതീക്ഷയുടേതായ മുന്നേറ്റത്തിൻ്റെതായ ഒരു ചിന്ത മനുഷ്യ മനസ്സിലേക്ക് കൊണ്ടുവന്നത് ആഘോഷങ്ങളും ഉത്സവങ്ങളും തന്നെയാണ്. വറങ്ങി വെച്ച് നിൽക്കുന്ന സമയത്ത് അങ്ങനെ നിൽക്കേണ്ടവരല്ല, നമ്മൾ അതിനെയും മറികടക്കേണ്ടതുണ്ട് എന്ന ഒരു ചിന്ത ആളുകളുടെ ഉള്ളിൽ വരികയാണ്. നമുക്കറിയാം, 2 വർഷം മുമ്പ് ലോകം മുഴുവനും അതിഭീകരമായ ഒരു മാരകരോഗത്തിന്റെ പിടിയിലായി, എല്ലാം നഷ്ടപ്പെട്ടു പോയി, തകർന്നുപോയി എന്ന ഒരവസ്ഥ നമ്മുടെ എല്ലാവരുടെയും മുമ്പിലെത്തിയതാണ്. പക്ഷെ ലോകത്തെമ്പാടുമുള്ള മനുഷ്യരാശി, ലക്ഷക്കണക്കിന് ആളുകൾ വീണുപോയ ആ മഹാമാരിയുടെ മാരകമായ ആഘാതത്തെ എത്ര എളുപ്പത്തിലാണ് മറികടന്നത് എന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കാരണം എപ്പോഴും അതന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ഇത്തരം ആഘാതങ്ങൾ വരുന്ന സമയത്ത് തകർന്നിരിക്കുകയോ കണ്ണീരൊഴുക്കി തളർന്നിരിക്കുകയോ ചെയ്യുന്നതിന് പകരം അതിനെയും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രതീക്ഷയുടെയും അതിജീവനത്തിൻ്റെതുമായ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കേണ്ടത് എന്നത് വളരെ പ്രധാനമാണ്. ആശാഭംഗത്തോടുകൂടി നിരാശരായി ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. നിശ്ചയമായും അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മീയമായ, എല്ലാവരുടെയും ഉള്ളിൽ ആത്മീയ ഭാവം ഉണർത്തുന്ന ഒരു പരിപാടിയാണ്. അതിനെ അതിൻ്റെ നിലയിൽ തന്നെ കണ്ടുകൊണ്ട് നമ്മൾ നടത്തുകയാണ് വേണ്ടത് എന്നൊരു ചർച്ച പിന്നീട് ഉണ്ടായി. കഴിഞ്ഞ വർഷം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല സാഹചര്യങ്ങളുണ്ട്. അതിന് അടിസ്ഥാനമായ ഒരു കാര്യം ഇരിട്ടിയെ സംബന്ധിച്ച് കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് വളരെ വ്യാപകമായ ഒരു പ്രചരണമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ചില ഓൺലൈൻ ചാനലുകളൊക്കെ ഇരിട്ടി
ചില ഭീകര ശക്തികളുടെ കയ്യിൽപ്പെട്ടുപോയി, ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരമൊരു വിപരീതമായ പ്രചരണങ്ങൾ നമ്മുടെ ഈ നാടിനെ സംബന്ധിച്ച് ലോകം മുഴുവൻ എത്തിപ്പോയി. ഇരട്ടിയിൽ എന്തോ സംഭവിച്ചു പോയി എന്നൊക്കെയുള്ള നിലയിൽ. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും ചില ആളുകൾ അത്തരം ചില പ്രചരണങ്ങൾ നടത്തുന്ന സമയത്ത് അതിനൊപ്പം നിന്നുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്ന് നിരാശപ്പെടുകയല്ല നമ്മൾ വേണം. അത്തരം പല പ്രതിസന്ധികളും നമ്മൾ മറികടന്നു. നമ്മുടെ കൂട്ടത്തിൽ ഇന്നും ഉണ്ടാകേണ്ടിയിരുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ അശ്വിനികുമാർ ഈ നഗരത്തിൽ വെച്ചാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന് നമുക്കറിയാം. പക്ഷെ അതിനെല്ലാം നമ്മൾ മറികടന്ന് മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്ത് അശ്വിനികുമാറിനെ ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം ചെയ്ത തെറ്റ് ആത്മീയ വേദികളിൽ കാര്യങ്ങൾ നന്നായി പഠിച്ച് വളരെ മനോഹരമായി ഗീതയും നമ്മുടെ ഉപനിഷത്തുകളും നമ്മുടെ പുരാണങ്ങളും എല്ലാം സമൃദ്ധമായി ഉദ്ധരിച്ചുകൊണ്ടുള്ള മനോഹരമായ പ്രഭാഷണങ്ങൾ നടത്തി നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട അതുല്യനായ ഒരു പ്രഭാഷകനും സംഘാടകനുമായിരുന്നു ശ്രീ അശ്വിനി. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അദ്ദേഹത്തെ എല്ലാവർക്കും വ്യക്തിപരമായി അറിയാവുന്നതാണ്. ആരോടെങ്കിലും ഒരു മോശപ്പെട്ട ഒരു വാക്കുപോലും പറയാത്ത, അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കാത്ത ഒരാള് എന്നുള്ള നിലക്ക് വളരെ മാതൃകാപരമായ വ്യക്തിത്വമായി. പക്ഷേ ഞാൻ പറഞ്ഞത് അത്തരം കാര്യങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നാണ്. ഏതായാലും ഇവിടെ കഴിഞ്ഞ വർഷം ഒരു സന്ദേശവാക്യത്തോടു കൂടിയാണ് നമ്മൾ ആ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. സനാതന ധർമ്മത്തിന്റെ ഭക്തിയും ശക്തിയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഗണേശോത്സവം എന്നാണ് നമ്മൾ പറഞ്ഞത്. രണ്ടും തുല്യ പ്രാധാന്യം തന്നെയാണ് കൊടുത്തത്. ആത്മീയമായ അതിന്റെ മാനം വളരെ പ്രധാനമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് ആത്മീയത ചോർന്നു പോകുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. സമൂഹത്തിലതുണ്ട്. നമുക്കത് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. പ്രതിസന്ധികൾ തളരാതെ നമുക്ക് പിടിച്ചു നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ആത്മീയത വളരെ അത്യാവശ്യം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിവിശേഷമാണ് വിനായകൻ എന്ന് പറയുന്നത്, ഗണേശൻ എന്ന് പറയുന്നത്, ഗണപതി എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്കെപ്പോഴും നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ ഭക്തിപുരസരം പ്രണമിക്കുന്ന ഒരു മഹാശക്തിയാണ് ഗണേശ ഭഗവാന്റെ. നമ്മൾ ഏതെങ്കിലും ഒരു ചടങ്ങ് നടത്തുന്ന സമയത്ത് ആ ഗണേശ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടും വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് നമ്മൾ ഏത് ചടങ്ങും ആരംഭിക്കുന്നത്. അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞത് സാക്ഷാൽ മഹാദേവൻ തന്നെയാണ്, പരമശിവൻ തന്നെയാണ്. താരകാസുരൻ എന്ന് പറയുന്ന അസുരന്റെ വിളയാട്ടം, അതുകൊണ്ട് ഒരു രക്ഷയുമില്ലാത്തൊരു സാഹചര്യത്തിൽ ദേവഗണങ്ങൾ ഒരുമിച്ച് ചേർന്ന് താരകാസുരനെ വധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ താരകാസുരനെ വധിക്കാൻ വേണ്ടി വലിയൊരു സേനയെ സജ്ജമാണ്. ആ സേനയെ ആര് നയിക്കണമെന്ന് ചിന്തിച്ചപ്പോ സുബ്രഹ്മണ്യൻ അതിനെ നയിക്കണം എന്ന് നിശ്ചയിച്ചു. അങ്ങനെ സുബ്രഹ്മണ്യനെ സേനാനായകനായി അഭിഷേകം ചെയ്യാൻ വേണ്ടി സാക്ഷാൽ ദേവേന്ദ്രൻ തന്നെ അഭിഷേക ജലം സുബ്രഹ്മണ്യ ഭഗവാന്റെ ശിരസിൽ ഒഴിക്കാൻ വേണ്ടി വലതു കൈ ഇങ്ങനെ ഉയർത്തിയ സമയത്ത് ഒരു പരിധിയിൽ കൂടുതൽ കൈ ഉയരുന്നില്ല. പലതവണ ശ്രമിച്ചിട്ടും കൈ അങ്ങനെ വരുന്നില്ല. അപ്പൊ അങ്ങനെ വെള്ളവും പിടിച്ചിങ്ങനെ നിൽക്കണം. ആ സമയത്ത് സാക്ഷാൽ പരമശിവൻ അവിടെ അരുളി ചെയ്ത കാര്യമാണ്, ഈ ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പ് ഗണേശനെ നമ്മൾ തുതിച്ചില്ല, ഗണേശനെ പ്രീതിപ്പെടുത്തിയില്ല. ഇനി മുതൽ ഇതുപോലുള്ള ഏത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ഗണേശനെ പ്രീതിപ്പെടുത്തി മാത്രമേ ചെയ്യാവൂ, എന്നാലേ വിജയം വരികയുള്ളൂ, പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് താരകാസുര വധത്തിന് മുമ്പ് സാക്ഷാൽ മഹാദേവൻ അരുളി ചെയ്തതനുസരിച്ചാണ് പിന്നീട് ഏത് സൽക്കർമ്മങ്ങൾ സൽക്കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ഗണേശ ഭഗവാനെ പ്രീതിപ്പെടുത്തിയത് എന്നാണ് നമ്മുടെ പുരാണങ്ങളൊക്കെ ഉദ്ഘോഷിക്കുന്നത്. ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഏതോ യുഗത്തിൽ നടന്ന ഒരു കാര്യമാണ്. പക്ഷേ യുഗയുഗാന്തരങ്ങളായി ഈ ഭാരതീയർ അത് അനുഷ്ഠിച്ചു വരികയാണ്. എല്ലാ പ്രതിസന്ധികളിലും എല്ലാ വിഷമഘട്ടങ്ങളിലും ഏത് തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാലും
സാക്ഷാൽ മഹാദേവന്റെ ആ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു വീടിന് കുറ്റിയടിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഗണപതിക്ക് വെക്കണം. അങ്ങനെ അപ്പൊ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഗണേശ ഭഗവാൻ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. ആ ഒരു ഭക്തി അതിനെ കുറെ കൂടി ക്രിയാത്മകമായി സക്രിയമായി നമ്മുടെ ജീവിതത്തിൽ അതിന്റെ തത്വമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. തടസ്സങ്ങളെ നീക്കിയിട്ട് മുന്നോട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന മഹാദേവന്റെ പേര് തന്നെയാണ് ശ്രീ ഗണപതി എന്ന് പറയുന്നത്. ആത്മീയമാണെങ്കിൽ അതെ. അപ്പൊ നമ്മുടെ ഭാരതീയ ദർശന പ്രകാരം ഉള്ളിലാണ് ഈശ്വരൻ കുടികൊള്ളുന്നത് എന്നുള്ളത് നമുക്കറിയാം. ആ ഉള്ളിലുള്ള ഈശ്വരന്റെ സാമീപ്യത്തിന്റെ അല്ലെ സായുജ്യത്തിന്റെ സാക്ഷാത്കാരം നേടണമെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും നമ്മൾ ആ ശക്തി ഉണർത്തേണ്ടതുണ്ട്. ആ മഹാശക്തിയെ നമുക്ക് സാത്മീകരിക്കേണ്ടതുണ്ട്. അതിനുള്ള പദ്ധതി ഭാരതീയ ശാസ്ത്രത്തിലുണ്ട്. അപ്പൊ അങ്ങനെ ഷഡാധാരങ്ങളിലൂടെ ഈശ്വര ശക്തിയെ അനുഭവിക്കുന്ന സാക്ഷാത്കാരം നുകരുന്ന ആ പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ ഒന്നാമത്തേത് മൂലാധാരമാണ്. ആ മൂലാധാരത്തിൽ നിന്നാണ് നമ്മൾ മഹാശക്തിയെ ഉണർത്തുന്ന ധ്യാനത്തിന്റെ തുടക്കമുണ്ടാകും. അതിന്റെ അതിനാഥൻ ഗണപതിയാണ്. ഗണപതി ഭഗവാനാണ് മൂലാധാരത്തിന്റെ കുണ്ടലിനി ശക്തിയുടെ നാഥൻ എന്ന് പറയുന്നത് ഗണപതി ഭഗവാനാണ്. അപ്പൊ ആത്മീയമായ മുന്നേറ്റത്തിലുള്ള തുടക്കം എവിടെയാണ്? ഗണപതിയിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വിഘ്നത്തിന്റെ ഇപ്പോ ഗണപതി ഭഗവാന്റെ മുഖം, ആ മുഖം ഒരു ആനയുടെ മുഖവുമായി ബന്ധപ്പെട്ടു വരും. അപ്പൊ ആന എന്ന് പറയുന്നത് ആ ആന ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അതതിന്റെ തുമ്പിക്കൈ കൊണ്ട് ഓരോ ചെറിയ ചൂട് വെക്കുമ്പോഴും ആന അതിന്റെ തുമ്പിക്കൈ കൊണ്ട് ഭൂമിയിൽ ഇങ്ങനെ അമർത്തി അപകടങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് അടുത്ത ചൂട് വെക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആനയുടെ ഈ തുമ്പിക്കൈ തടസ്സങ്ങളെ നീക്കുന്നതിന്റെ പ്രതീകമാണ് തുമ്പിക്കൈ എന്ന് പറയുന്നത്. ആ തടസ്സങ്ങൾ മാറ്റിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആനയുടെ ആ തുമ്പിക്കൈ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും, ചെറിയ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. ചെറുതും വലുതുമായ എല്ലാ തടസ്സങ്ങളെയും നീക്കാൻ സാധിക്കുന്നു എന്നാണ് ഗണപതിയുടെ തുമ്പിക്കൈയുടെയും അർത്ഥമായിട്ട് പറയുന്നത്. വലിയ തടികൾ വലിച്ചു മാറ്റുന്നത് ആനയുടെ തുമ്പിക്കൈയാണ്. പക്ഷെ അതേ തുമ്പിക്കൈ കൊണ്ട് തന്നെ താഴെ നിലത്ത് വീണ് കിടക്കുന്ന ഒരു മുട്ടുസൂചി എടുക്കാനും ആനക്ക് കഴിയും. അപ്പൊ അതുകൊണ്ട് ചെറുതും വലുതുമായ എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് പോകുന്നതിന്റെ പ്രതീകമാകുന്നു ഗണേശൻ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വൈവിധ്യമാർന്ന തടസ്സങ്ങളുണ്ട്, വിഘ്നങ്ങളുണ്ട്. തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഈശ്വരനല്ല ഗണപതി. അങ്ങനെ ഒരു ധാരണ ചില ആളുകൾക്കുണ്ട്, ഉടക്കിന്റെ ആളാണ് എന്നൊരു ചിന്തയുണ്ട്. തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ആളല്ല, ഉണ്ടായ തടസ്സത്തെ മാറ്റുന്നയാളാണ് ഗണേശൻ. അപ്പൊ അതുകൊണ്ട് നമ്മള് വേണ്ട രീതിയിൽ പക്ഷെ ഗണേശനെ നമ്മൾ സ്വാഭാവികമായും ഗണേശനെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിലെ വൈയക്തിക ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകാവുന്ന എല്ലാ തടസ്സങ്ങളെയും മാറ്റാൻ നമുക്ക് കരുത്ത് നൽകുന്ന, പ്രചോദനം നൽകുന്ന മഹാശക്തിയാണ് ഗണേശൻ. വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, രാഷ്ട്ര ജീവിതത്തിൽ എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വ്യക്തിപരമായ കാര്യത്തിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ സമൂഹം എന്നുള്ള നിലയിൽ നമ്മളെ തടസ്സങ്ങൾ ഉണ്ടാവും. മുന്നോട്ടേക്കുള്ള പ്രയാണത്തിന് തടസ്സമുണ്ടാകും. നമ്മളിടയിലുള്ള അനൈക്യം, നമ്മളിടയിലുള്ള വൈഭിന്യതകൾ, മറ്റു ചിന്തകൾ അത് മാറ്റി ഒരുമയുണ്ടാകും, ഐക്യമുണ്ടാകും, യോജിപ്പുണ്ടാകും. അതിനുവേണ്ടി കൂടി ഈ ഗണേശ ഭഗവാന്റെ ചൈതന്യത്തെ ഉപയോഗിച്ചു. ആദ്യമായി ആ ചൈതന്യത്തെ രാഷ്ട്രകാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബാലഗംഗാധര തിലകൻ. അദ്ദേഹമാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ സന്ദർഭത്തിൽ ഇവിടെ വിദേശികളെ പുറത്താക്കാൻ വേണ്ടിയുള്ള സമരത്തിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കണം എന്നുള്ള നിലക്ക് സർവ്വ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഗണേശ ഭക്തിയെയും സ്വാതന്ത്ര്യത്തിന്റെ അഭിവാദ്യത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് ആദ്യമായി മഹാരാഷ്ട്രയിൽ സാർവജനിക ഗണേശോത്സവം സംഘടിപ്പിച്ചത് ബാലഗംഗാധര തിലകനാണ്. ആ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭമാണ് പിന്നീട് ഒരു വലിയ നവോത്ഥാന പ്രസ്ഥാനമായി മാറിയത്. ബാലഗംഗാധര തിലകൻ ചിന്തിച്ചത് ഗണേശ ഭഗവാന്റെ കാര്യം പറഞ്ഞാൽ ആളുകളെല്ലാം വരും. അങ്ങനെ ഒരുമിച്ച് ഗണേശ ഭഗവാന്റെ വിഗ്രഹ നിമജ്ജന യാത്രയ്ക്ക് മുമ്പ് നടത്തുന്ന പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തിൽ നമുക്ക് നാളെയും ഈ ഗണേശ ഭഗവാൻ ഇതുപോലെ നിമജ്ജനം ചെയ്യാൻ സാധിക്കണം, നാളെയും നമുക്ക് ഗണേശ ഭഗവാനെ സ്തുതിക്കാൻ സാധിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മൾ ഈ വിദേശികളെ ഇവിടുന്ന് പുറത്താക്കണം.
അല്ലെങ്കിൽ നമ്മൾ അടിമകളായി നമ്മളെ കീഴടക്കിയിട്ട് ഈ ധർമ്മത്തെയും ഗണേശ ഭഗവാന്റെ വിശ്വാസത്തെയും ഇവിടുന്ന് ഇല്ലാതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഗണേശ ഭഗവാന് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കണം, വിദേശികളെ പുറത്താക്കണം എന്നാണ്. അപ്പൊ ഇതിനെ രണ്ടിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് സാമൂഹ്യമായ രാഷ്ട്രകാര്യത്തിന് വേണ്ടി ഈ ഗണേശ ഭക്തിയെ ആദ്യമായി ഫലപ്രദമായി പ്രയോഗിച്ച മഹാനായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനിയായ ബാലഗംഗാധര തിലകൻ എന്ന് പ്രഖ്യാപിച്ച മഹാനായിരുന്നു അദ്ദേഹം. അത് തൊട്ടാണ് ഗണേശോത്സവം സാർവജനിക ഗണേശോത്സവമായി മാറുന്നത്. ഇപ്പൊ അത് നമ്മളും കേരളത്തിലൊക്കെ വളരെ മെല്ലെയാണ് കടന്നു വരുന്നതെങ്കിലും ഞാനിപ്പോ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് സൂറത്ത് എന്ന് പറഞ്ഞ ഗുജറാത്തിലെ സ്ഥലത്തെ അത്ഭുതപ്പെട്ടു പോകും നമ്മൾ. ഞാനൊരു ഗണേശ ഭവൻ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് പോയ ഒരു വീഡിയോ ഞാനിവിടെ അയച്ചു കൊടുക്കുകയാണ്. ആയിരക്കണക്കിന് ഗണേശന്മാർ അവിടെ ഇങ്ങനെ തയ്യാറാക്കി. ഈ സൂറത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രം 1.5 ലക്ഷം, ഒരു നഗരമാണ്, 1.5 ലക്ഷം സ്ഥലത്ത് ഗണേശ പൂജ, ഗണേശ വിഗ്രഹങ്ങളും നിബന്ധനയും 1.5 ലക്ഷം. സൂറത്ത് എന്ന് പറഞ്ഞ ഒരു നഗരത്തിൽ മാത്രമാണ്, ഒരു നഗരത്തിലെ കാര്യമാണ്. അവിടെയൊക്കെ ഇപ്പോഴും തന്നെ ഗംഭീരമായ, അത് ഇപ്പൊ ഗണേശ ഭവനം കൊണ്ടുവരുന്നതും ഒക്കെ കൊണ്ട് നിമജ്ജനം ചെയ്യാൻ പാവുന്നതാണ് മഹാസംഭവം. ഇപ്പൊ കൊണ്ടുവരുന്നത് അതിനേക്കാൾ മഹാസംഭവമായിട്ട് ഓരോ ഗ്രാമം വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയാണ് നഗരത്തിൽ മുഴുവൻ കാണുന്നത്. ഓരോ ഭാഗത്തുനിന്ന് ഗണേശനെ കൊണ്ട് വരുന്നു, വാദ്യമേളങ്ങൾ, അതിന്റെ താളലയങ്ങൾ, ഭക്തി സാന്ദ്രമായി അതിന്റെ പൂജ, റോഡിന്റെ ഒരു ഭാഗം മുഴുവനും എല്ലായിടത്തും അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ജനങ്ങൾ മുഴുവൻ അറിയണം. അപ്പൊ ആ നിലയിലുള്ള ഒരു ഭക്തി, ഗണേശ ഭഗവാനുള്ള ആ ഒരു സമർപ്പണം, അത് ഭാരതം മുഴുവനും അലയടിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഈ നാടിനും അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യമല്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കഴിഞ്ഞ വർഷം 1ാമത്തെ വർഷം എന്നുള്ളതൊക്കെ അതിന്റെ ചില കുറവുകളും പരാധീനതകളും അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാവും. പക്ഷേ അതിനെയും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ഒരു ഘോഷയാത്ര നമ്മുടെ ഈ ഇരിട്ടിയിൽ അങ്ങനെ നിമജ്ജന ഘോഷയാത്ര നടത്തുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്? നമ്മള് ഒരു ദിവസത്തെ ഒരു വൈകുന്നേരത്തെ ഒരു 1.5-2 മണിക്കൂർ നേരത്തെ പരിപാടി എന്നതിലുപരി നമ്മൾ ഇതിന്റെ പരിസരത്തുള്ള ഗ്രാമപ്രദേശങ്ങളിൽ, ക്ഷേത്ര സങ്കേതങ്ങളിൽ, മറ്റ് സ്ഥലങ്ങൾ, അവിടെയെല്ലാം ഇതിന്റെ ഒരു ആത്മീയമായ വലിയൊരു പരിവർത്തനം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ വളരെ മാതൃകാപരമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് ഗണേശ ഭഗവാനെ ഇവിടുന്ന് ആനയിച്ച് കൊണ്ടുപോയി ഓരോ സ്ഥലത്ത് പ്രതിഷ്ഠ നടത്തി, അവിടുന്ന് പൂജയൊക്കെ നടത്തി, അവിടെ പലതരത്തിലുള്ള പ്രോഗ്രാമുകളും നടത്തി. വളരെ ആവേശകരമായ പരിപാടികളായിരുന്നു. അതിന് ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പോയ സമയത്ത് എല്ലായിടത്തും വളരെ ആവേശമായിരുന്നു. അതിലേറ്റവും ഒരു വലിയ ഈ പാലത്തിനിക്കരെ, അതാണല്ലോ പാലത്തിനക്കരെ എന്ന് പറയുന്ന സമയത്ത് ആ പാലത്തിനക്കരെ ഒരു പ്രാധാന്യമുണ്ട്. അവിടുത്തെ ജനസമൂഹം, സാമൂഹ്യ സ്ഥിതി അതൊക്കെ വെച്ചുകൊണ്ട് അതിൽ ചില സ്ഥലത്ത് ചെന്ന സമയത്ത് അവര് വളരെ ആവേശ ലഹരിയിലാണ്. ഉദാഹരണത്തിന് കുന്നോത്ത് എന്ന് പറഞ്ഞ കേളമ്പടിയിൽ പോയ സമയത്ത് അവിടെ ആളുകൾ മുഴുവനും റോഡിന് ഇതിന് ചുറ്റിപ്പറ്റിയാണ് ഉള്ളത്. 100 ആളുകൾ ആ ഗണേശോത്സവത്തിന്റെ ഭാഗമായി ഗണേശ പ്രതിഷ്ഠ നടന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടി വളരെ ഗംഭീരമായി ആ പരിപാടിയിൽ അത് അവർ വളരെ 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 ഗംഭീരമായ അഭിപ്രായമാണ് അവരതിനെ കുറിച്ച് പറഞ്ഞത്. വളരെ ഗംഭീരമായ ഘോഷയാത്രയൊക്കെ അവിടെ നിന്ന്. ഞാനൊരു സ്ഥലം എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ധാരാളം സ്ഥലങ്ങൾ ഇതുപോലെയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വളരെ ഭക്തി നിർഭരമായ ആവേശദായകമായ പ്രതികരണം ഉണ്ടായ സ്ഥലങ്ങൾ അങ്ങനെ നിരവധി സ്ഥലങ്ങളുണ്ട്. മിത്തലപ്പിനാട് പോലുള്ള എല്ലാ സ്ഥലങ്ങളുണ്ട്, ചാവശ്ശേരി, എല്ലാ സ്ഥലങ്ങളിലും വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടികൾ നടക്കുകയുണ്ട്. അപ്പൊ ഏതായാലും ഈ വർഷവും അതുപോലെ നമ്മൾ 1-2 ദിവസം അതത് സ്ഥലങ്ങളിലുള്ള അമ്മമാരെയും കുട്ടികളെയും അവരെ എല്ലാവരെയും അതത് സ്ഥലത്തെ പരിപാടികളിൽ വ്യാപകമായി പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ആത്മീയമായ ഉണർവ് നമ്മുടെ ഈ ഇരിട്ടി പരിസര പ്രദേശങ്ങൾ 10-40 ഗ്രാമങ്ങൾ, ആ ഗ്രാമങ്ങളിൽ നിന്ന് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഭക്തിയുടെ അലയൊലി, അതിന്റെ ഉണർവ്, അതൊരു ഒരു കൊച്ചരുവി പോലെ അങ്ങനെ ഓരോ സ്ഥലത്തുനിന്നും അങ്ങനെ പുറപ്പെട്ടു വന്ന് ഇവിടെ നമ്മളെ ഇരിട്ടി നഗരത്തിലേക്ക് അങ്ങനെ വരുന്ന സമയത്ത് നാനാഭാഗത്തു നിന്നും ഒഴുകിയിട്ട് തിരമാലകൾ പോലെ ഇരമ്പിയാർത്ത് വന്ന് നമ്മുടെ ഇരിട്ടിയുടെ രാജപാതകളെ അക്ഷരാർത്ഥത്തിൽ ആ ഭക്തിയുടെയും ശക്തിയുടെയും മഹാപ്രയാണമാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു പരിപാടി ഇപ്രാവശ്യം നമുക്ക് നടത്താൻ നമ്മൾ ഈ ഇരിക്കുന്ന ആളുകൾ ചിന്തിച്ചാൽ തന്നെ, ആസൂത്രണം ചെയ്താൽ തന്നെ, മനസ്സ് വെച്ചാൽ തന്നെ നടക്കും. വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നാണ് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മള് അതിന്റെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയിപ്പോ കഴിഞ്ഞ വർഷത്തെ വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം 8-ാം തീയതിയാണ് കൂടിയെന്ന് പറഞ്ഞു. പ്രാവശ്യം 2 ദിവസം നേരത്തെയാണ് എന്നുള്ള ഒരു കാര്യമുണ്ട്.
ദിവസം അത് തന്നെയാണ്, 22 എന്നുള്ള ദിവസം തന്നെയാണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം ഏറ്റവും നന്നായി പരിപാടി നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ ഈ സ്വാസംഗത്തിന് സാധിക്കണം, ആസൂത്രണം ചെയ്യാൻ സാധിക്കണം. അങ്ങനെ ഒരു മഹത്തായ ഒരു ഗണേശോത്സവമായി ഇത് നടക്കണം. ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പൊ നാളെ ഞാൻ പൊതുകുന്നം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്നിപ്പം ട്രെയിനിൽ പോകേണ്ടതാണ്. അവിടെ പരിപാടി തുടങ്ങി 6-ാം തീയതിയാണ്. അങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ മാസങ്ങളിൽ അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഇന്ന് കാക്കങ്ങാടുള്ള അവർ പറഞ്ഞു നമ്മൾ ഒക്ടോബറിലാണ് നടത്തുന്നത്. അങ്ങനെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഗണേശോത്സവ പരിപാടികൾ രാജ്യം മുഴുവൻ അങ്ങനെ ഇനിയുള്ള ഒരു മാസം, പണ്ടൊക്കെ ഒരാഴ്ചയൊക്കെ ആയിരുന്നു, ഇപ്പൊ പിന്നെ നീണ്ടു ഒരു മാസമായിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഗംഭീരമായ പരിപാടികൾ നാട്ടിലെമ്പാടും നടക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ആവേശ പ്രഹർഷമുണ്ട്. അതിൽ നമുക്കും ഒരുമിച്ച് ചേരാം, അതിന് നേതൃത്വം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി എല്ലാവരുടെയും അനുഭവത്തോടുകൂടി വളരെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ, മുതിർന്ന ആളുകൾ ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. MR സുരേഷ് അധ്യക്ഷത വഹിച്ചു. AN സുകുമാരൻ മാസ്റ്റർ, MP ഗംഗാധരൻ ജോത്സ്യർ, PN കരുണാകരൻ മാസ്റ്റർ, PV വിജയൻ വള്ളിയാട്, A പത്മനാഭൻ, M ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വത്സൻ തില്ലങ്കേരി, AN സുകുമാരൻ മാസ്റ്റർ, MP ഗംഗാധരൻ ജോത്സ്യർ, K ഭുവനാസം വാഴുന്നവർ, PN കരുണാകരൻ മാസ്റ്റർ, MP മനോഹരൻ, VV ചന്ദ്രൻ, PV വിജയൻ, പവിത്രൻ തൈക്കണ്ടി, A പത്മനാഭൻ, KV കരുണൻ, രാകേഷ് നമ്പൂതിരി എന്നിവർ രക്ഷാധികാരികളായും K സജീവനാർലൻ ചെയർമാനും M ബാലകൃഷ്ണൻ വൈസ് ചെയർമാനും MR സുരേഷ് ജനറൽ കൺവീനറുമായി 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. സെപ്റ്റംബർ 20 വിഗ്രഹപ്രതിഷ്ഠയും 22 തന്തോട് പാലത്തിന് സമീപം വിഗ്രഹ നിമജ്ജനവും നടക്കും.